പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഒരു പുതിയ മാസത്തിന്റെ 2-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സ്ഥലം കണ്ടോ? നല്ല ഭംഗിയുണ്ട് അല്ലേ? അതിമനോഹരമായിരിക്കുന്നു. ഇതെവിടെയാണ് ഉള്ളത് എന്ന് പലരും വിചാരിക്കുന്നുണ്ടാകും അല്ലേ? കേരള സംസ്ഥാനത്തിൽ മൂന്നാർ എന്നൊരു സ്ഥലമുണ്ട്. ഇത് തമിഴ്നാടിന്റെ വളരെ അടുത്താണുള്ളത്. മൂന്നാറിലേക്ക് വന്നാൽ ഈ മലനിരകളും എസ്റ്റേറ്റുകളും വളരെ മനോഹരമായിരിക്കും. ഇതാണ് ആദ്യമായി ഇവിടെ ഉണ്ടാക്കിയ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത്. 1873 കാലത്ത് തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ കണ്ടോ, എത്ര വലിയ അനുഗ്രഹമാണിത്! വളരെ മനോഹരവും ബലഭൂയിഷ്ഠവുമാണിത്. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണ്! ഇത് കണ്ട് രസിച്ചുകൊണ്ടേയിരിക്കാം. മനസ്സ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളും അവധി ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ചെന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കണം. നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ടു പോകണം. ഫാമിലിയെ കൂട്ടിക്കൊണ്ടുപോയി 2-3 ദിവസം ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളില്ലേ, അവയെല്ലാം രസിച്ച് ദൈവത്തെ സ്തുതിക്കണം. അതിനാണ് ദൈവം നമുക്ക് വേണ്ടി ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാക്യം എന്താണെന്ന് ചിന്തിക്കുകയാണോ? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പരിപൂർണ ശുദ്ധീകരണം, പരിപൂർണ വിശുദ്ധി. ചിലരുടെ ജീവിതത്തിൽ ഒരു വശത്ത് വളരെ വിശുദ്ധമായിരിക്കും, മറുവശത്ത് വിശുദ്ധി ഉണ്ടാവില്ല. വീട്ടിനുള്ളിൽ ശുദ്ധി ഉണ്ടാകും, പുറത്തു പോയാൽ അതുണ്ടാവില്ല. അഥവാ വസിക്കുന്ന സ്ഥലത്തുള്ളവരുടെ ഇടയിലും പരിചയക്കാരുടെ ഇടയിലും വിശുദ്ധിയോടെയിരിക്കും. അറിയാത്ത സ്ഥലത്ത് ചെന്നാൽ ഇഷ്ടം പോലെയായിരിക്കും. അങ്ങനെയല്ല, മുഴുവനായ വിശുദ്ധി ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവണം. ദൈവം പറയുന്നു, നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും. ഒരു മനുഷ്യന്റെ ഉള്ളിൽ 3 പകുതികളുണ്ട്. പുറമേക്ക് കാണുന്നത് ശരീരം മാത്രമാണ്. ഉള്ളിൽ നമ്മുടെ ആത്മാവ് ഉണ്ട്, മനസ്സ് ഉണ്ട്. എല്ലാ ഭാഗത്തും ഒരു വിശുദ്ധി കാണാൻ കഴിയണം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? യേശു വേഗം വരാൻ പോകുന്നു. യേശു വരുമ്പോൾ നമ്മെ തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് വിശുദ്ധി ആവശ്യമാണ്. വെറും ഭക്തി കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാവില്ല. എനിക്ക് ഭക്തിയുണ്ടല്ലോ, ചർച്ചിൽ പോകുന്നുണ്ടല്ലോ, കാണിക്ക കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോകാനാവില്ല. വിശുദ്ധി വേണം. യേശുവിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധി ഉണ്ടാവണം. ചിന്തയിൽ വിശുദ്ധി, സംസാരത്തിൽ വിശുദ്ധി, ജീവിതത്തിൽ വിശുദ്ധി, കുടുംബത്തിൽ വിശുദ്ധി, ബിസിനസ്സിൽ വിശുദ്ധി, ജോലിയിൽ വിശുദ്ധി, എല്ലാത്തിലും വിശുദ്ധി. അങ്ങനെയൊക്കെ ജീവിക്കാനാകുമോ ബ്രദർ? ആദ്യം നിങ്ങൾ ആഗ്രഹിക്കണം, ഞാൻ പരിപൂർണമായി വിശുദ്ധിയോടെ ഇരിക്കണം. യേശു ക്രിസ്തു വരുമ്പോൾ ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. അതിന് പരിപൂർണ ശുദ്ധിയോടെ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. രണ്ടാമത്തേത്, യേശു നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. നമ്മുടെ സ്വന്തം ബലം കൊണ്ട് പരിശുദ്ധിയുള്ളവനായി ജീവിക്കാനാവില്ല. നിങ്ങൾ വിശ്വസിക്കണം, അവൻ എന്നെ മുഴുവനായി വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുമെന്ന് അടുത്ത വചനം പറയുന്നു. യേശു നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കൂ, യേശുവിനെ ആശ്രയിക്കൂ. ഞാൻ അങ്ങനെയാണ്, എന്നെക്കൊണ്ട് പരിശുദ്ധനായി ജീവിക്കാൻ സാധിക്കില്ല. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങനെ വിശുദ്ധിയുള്ളവനാക്കേണമേ എന്ന് എന്നെ സമർപ്പിക്കും. അപ്പോൾ യേശു നമ്മെ നന്നായി കാത്തു സൂക്ഷിച്ച് നടത്തും. അതിനല്ലേ കുരിശിൽ രക്തം ചിന്തി മരിച്ചത്? നമ്മെ വിശുദ്ധിയുള്ളവരാക്കുവാൻ തന്റെ വിശുദ്ധ രക്തത്തെ കുരിശിൽ ചൊരിഞ്ഞു. തന്റെ രക്തം കൊണ്ട് കഴുകി, രക്തം കൊണ്ട് മൂടി നമ്മെ കാത്തു സൂക്ഷിക്കും. ഹൃദയത്തിൽ കൈവച്ചു പറയൂ, യേശുവേ, എന്റെ ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും ഞാൻ മുഴുവനായി ശുദ്ധിയുള്ളവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ